വെൽക്കം ടു ജിബീസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഹിസ്റ്ററീൻ്റെ 10ാമത്തെ ചാപ്റ്ററിൻ്റെ 2ാമത്തെ പാർട്ടാണ് നോക്കുന്നത്. ഈ ചാപ്റ്ററിൻ്റെ പേര് 18th സെഞ്ച്വറി പൊളിറ്റിക്കൽ ഫോർമേഷൻസ്. 18th സെഞ്ച്വറിയിലെ പൊളിറ്റിക്കൽ ഫോർമേഷനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അത് ആദ്യം കാണണം. ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എമർജൻസ് ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് അതിനെക്കുറിച്ചാണ്. പുതിയ സ്റ്റേറ്റുകൾ രൂപം കൊണ്ടുവന്ന അതിനെക്കുറിച്ചാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. വിത്ത് ദ ഡിക്ലൈൻ ഇൻ ദ അതോറിറ്റി ഓഫ് മുഗൾ എംപറേഴ്സിൻ്റെ അതോറിറ്റി അല്ലെങ്കിൽ പവർ കുറഞ്ഞു വന്നപ്പോൾ എന്തു പറ്റി? ഗവർണേഴ്സ് ഓഫ് ലാർജ് പ്രോവിൻസസ്, വലിയ ലാർജ് പ്രോവിൻസസിൻ്റെ ഗവർണേഴ്സ്, അതുപോലെ സുബേദാർസ് ആൻഡ് ദ ഗ്രേറ്റ് സമീന്ദാർസ്. സുബേദാസും ഗ്രേറ്റ് സമീന്ദാസും വലിയ ജന്മികളൊക്കെ എന്ത് ചെയ്തു? കൺസോളിഡേറ്റഡ് ദെയർ അതോറിറ്റി ഇൻ ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ സബ് കോണ്ടിനെൻറ്റ്. ഈ ഇന്ത്യയിലെ സബ് കോണ്ടിനെൻറ്റിൻ്റെ പല ഭാഗത്തും അവർ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അവരവരുടെ ആധിപത്യം സ്ഥാപിച്ചു. ആരൊക്കെ? ഈ ഗവർണർമാരും സുബേദാർസും ജമീന്ദാർസും ഒക്കെ. ത്രൂ ദ 18th സെഞ്ച്വറിയിലൂടെ പോകുമ്പോൾ 18th സെഞ്ച്വറിയിൽ എന്തു പറ്റി? ദ മുഗൾ എംപയർ gradually fragmented into a number of independent regional states. ഫ്രാഗ്മെൻറ്റഡ് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്തു. മുഗൾ എംപയർ മെല്ലെ ഡിവൈഡ് ചെയ്തു. എന്തായി ഡിവൈഡ് ചെയ്തിട്ട്? ഇൻഡിപെൻഡൻ്റ് ആയ റീജിയണൽ സ്റ്റേറ്റ്സ് ആയിട്ട് മാറി. ബ്രോഡ്ലി സ്പീക്കിംഗ്, ദ സ്റ്റേറ്റ്സ് ഓഫ് 18th സെഞ്ച്വറി ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 3 ഓവർലാപ്പിംഗ് ഗ്രൂപ്പ്സ്. 3 ഗ്രൂപ്പുകളിലായിട്ട് നമുക്കതിനെ ഡിവൈഡ് ചെയ്യാം ആ സ്റ്റേറ്റ്സിനെ. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് സ്റ്റേറ്റ്സ് ദാറ്റ് വർ ഓൾഡ് മുഗൾ പ്രൊവിൻസസ്, പഴയ മുഗൾ പ്രൊവിൻസസ് ആയ അവധ്, ബംഗാൾ, ഹൈദരാബാദ്. ഇത് ഒരു കാറ്റഗറിയാണ്. ഓൾദോ എക്സ്ട്രീംലി പവർഫുൾ, വളരെ പവർഫുള്ളാണ്, ക്വൈറ്റ് ഇൻഡിപെൻഡൻറ്റുമാണ്, സ്വതന്ത്രരുമാണ്. ദ റൂളേഴ്സ് ഓഫ് ദീസ് സ്റ്റേറ്റ്സ് ഡിഡ് നോട്ട് ബ്രേക്ക് ദ ഫോർമൽ ടൈസ് വിത്ത് ദ മുഗൾ എംപററുമായിട്ടുള്ള അവരുടെ ഫോർമലായിട്ടുള്ള ആ റിലേഷൻ അതവർ ബ്രേക്ക് ചെയ്തിരുന്നില്ല, ഈ അവധും ബംഗാളും ഹൈദരാബാദും ഒക്കെ. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സ്റ്റേറ്റ്സ് ദാറ്റ് ഹാഡ് എൻജോയ്ഡ് കൺസിഡറബിൾ ഇൻഡിപെൻഡൻസ്. അവർ ഇൻഡിപെൻഡൻ്റായി ഭരിച്ചിരുന്നവരാണ്. അണ്ടർ ദ മുഗൾസ് ആസ് വതൻ ജാഗീർസ്. അവർ ഈ മുഗൾസിൻ്റെ വതൻ ജാഗീർസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന സ്റ്റേറ്റ്സാണ് രണ്ടാമത്തെ കാറ്റഗറി. അതിലെന്ന് പറയുന്നത് ദീസ് ഇൻക്ലൂഡഡ് സെവറൽ രാജ്പൂത്ത് പ്രിൻസിപ്പാലിറ്റീസ്. രാജ്പൂത്തുകൾ ആയിരുന്നു അതിൽ മെയിനായിട്ട്. പിന്നെ അടുത്ത കാറ്റഗറി, മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ദ ലാസ്റ്റ് ഗ്രൂപ്പ് ഇൻക്ലൂഡഡ് സ്റ്റേറ്റ്സ് അണ്ടർ ദ കൺട്രോൾ ഓഫ് മറാത്താസിൻ്റെയും സിഖുകാരുടെയും ആൻഡ് ജാട്ടിൻ്റെയൊക്കെ കീഴിലുണ്ടായിരുന്ന സ്റ്റേറ്റുകൾ, അവരുടെ കൺട്രോളിലുണ്ടായിരുന്ന സ്റ്റേറ്റുകളാണ് മൂന്നാമത്തെ കാറ്റഗറി. ദീസ് വർ ഓഫ് ഡിഫറിങ് സൈസസ്. പല സൈസിലുള്ള അതായത് ഇവരുടെ ഏരിയകളൊന്നും സെയിം ആയിരുന്നില്ല. അവരുടെ ഏരിയകളിലെ സൈസ്, ചിലർക്ക് വലിയ സ്റ്റേറ്റ്സ്, ചിലത് ചെറിയ സ്റ്റേറ്റ്, അങ്ങനെയൊക്കെ ആയിരുന്നു. ഹാഡ് സീസ്ഡ് ദെയർ ഇൻഡിപെൻഡൻസ് ഫ്രം ദ മുഗൾസ് ആഫ്റ്റർ എ ലോങ് ഡ്രോൺ ആംഡ് സ്ട്രഗിൾ. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ മുഗൾസിൽ നിന്ന് ഇവർ അവരുടെ സ്വാതന്ത്ര്യം നേടിയെടുത്തത്. അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് ടോപ്പിക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഓൾഡ് മുഗൾ പ്രൊവിൻസസിനെ കുറിച്ചാണ്. ഓൾഡ് മുഗൾ പ്രൊവിൻസസ്, അതിൽ അവധ്, ബംഗാൾ, ഹൈദരാബാദ്, നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു അതിനെക്കുറിച്ചിട്ട്. അപ്പോൾ ആ ഓൾഡ് മുഗൾ പ്രൊവിൻസസിനെ കുറിച്ചാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. എമംഗ്സ് ദ സ്റ്റേറ്റ്സ് ദാറ്റ് വർ കാർവ്ഡ് ഔട്ട് ഓഫ് ദ ഓൾഡ് മുഗൾ പ്രൊവിൻസസ് ഇൻ ദ 18th സെഞ്ച്വറി. 18th സെഞ്ച്വറിയിൽ ആ ഓൾഡ് മുഗൾ പ്രൊവിൻസസിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത സ്റ്റേറ്റ്സിൽ 3 സ്റ്റാൻഡ് ഔട്ട് വെരി പ്രോമിനൻ്റ്ലി. 3 അങ്ങനെയുള്ള സ്റ്റേറ്റുകൾ, 3 സ്ഥലങ്ങൾ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം. ഏതൊക്കെയാണ്? അവധ്, പിന്നെ ബംഗാൾ, ഹൈദരാബാദ്. ഈ 3 ആ മെയിനായിട്ടുള്ള 3 ഓൾഡ് മുഗൾ പ്രൊവിൻസസ്. All 3 states were founded by
members of high Mughal nobility who had been governors of large provinces. വലിയ ലാർജ് പ്രോവിൻസസിൻ്റെ മെമ്പേഴ്സായിരുന്ന മുഗൾസ് ആയിരുന്ന മുഗൾ നൊബിലിറ്റി അല്ലെങ്കിൽ മുഗൾ രാജാക്കന്മാരുടെ വലിയ ആൾക്കാരായിരുന്ന 3 പേരാണ് ഈ 3 പ്രൊവിൻസസും ഫൗണ്ട് ചെയ്തത് അല്ലെങ്കിൽ കണ്ടുപിടിച്ചത്. ആരൊക്കെയാണത്? സാദത്ത് ഖാൻ അവധ് കണ്ടുപിടിച്ചത് സാദത്ത് ഖാൻ. മുർഷിദ് ഖുലി ഖാൻ, ബംഗാളിൻ്റെ ഫൗണ്ടറായ മുർഷിദ് ഖുലി ഖാനും, അതുപോലെ തന്നെ അസഫ് ജാ, ഹൈദരാബാദിൻ്റെ ഫൗണ്ടറായ അസഫ് ജാ. അങ്ങനെ ഈ 3 പേര്, സാദത്ത് ഖാൻ, മുർഷിദ് അലി ഖാൻ, മുർഷിദ് ഖുലി ഖാൻ, അതുപോലെ തന്നെ അസഫ് ജാ, all 3 had occupied high mansabdari positions. വലിയ പൊസിഷനിലിരുന്ന പൊസിഷനിലിരുന്ന ആൾക്കാരാണ്. ആൻഡ് എൻജോയ്ഡ് ദ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് ഓഫ് ദ എംപറേഴ്സ്. മുഗൾ എംപററിൻ്റെ വിശ്വാസവും അവരുടെ കോൺഫിഡൻസും ഒക്കെ ഒരുപാട് നേടിയെടുത്ത ആൾക്കാരാണ് ഈ 3 പേരും. ബോത്ത് അസഫ് ജാ ആൻഡ് മുർഷിദ് ഖുലി ഖാൻ ഹെൽഡ് എ സാറ്റ് റാങ്ക് ഓഫ് 7,000 ഈച്ച്. ഈ 2 പേർക്കിൻ്റെയും സാറ്റ് റാങ്ക് എന്ന് പറയുന്നത് 7,000 ആണ്. ഏറ്റവും കൂടുതൽ സാറ്റ് റാങ്ക് ഉള്ളവരാണ് ഏറ്റവും വലിയ ആൾക്കാർ. അതിനനുസരിച്ചാണ് അവർക്ക് സാലറിയൊക്കെ കിട്ടുന്നത്, ഈ സാറ്റ് റാങ്കിനനുസരിച്ച്. വൈൽ സാദത്ത് ഖാൻ സാറ്റ് വാസ് 6,000. സാദത്ത് ഖാൻ്റെ എന്ന് പറയുന്നത് 6,000 ആണ്, 6,000 ആണ്. നമുക്കിനി ഓരോ സ്ഥലങ്ങളെക്കുറിച്ച്, ഈ ലാർജ് പ്രൊവിൻസസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഹൈദരാബാദിനെ കുറിച്ചാണ്. ആന്ധ്രാപ്രദേശിലുള്ള ഹൈദരാബാദ്. നിസാം ഉൽ മുൽക്ക് ആസഫ് ജാ, ഇതാണ് പുതിയ ഫുൾ നെയിം എന്ന് പറയുന്നത്. നിസാം ഉൽ മുൽക്ക് ആസഫ് ജാ, ദ ഫൗണ്ടർ ഓഫ് ഹൈദരാബാദ് സ്റ്റേറ്റ്. ഹൈദരാബാദ് സ്റ്റേറ്റിൻ്റെ ഫൗണ്ടറാണ്. was one of the most powerful members at the court of Mughal Emperor ഫറൂഖ് സിയാറായ മുഗൾ എംപററായ ഫറൂഖ് സിയാറിൻ്റെ കോർട്ടിലെ മോസ്റ്റ് പവർഫുൽ മെമ്പറായ ഒരാളായിരുന്നു നിസാമുൽ മുൽക്ക് അസഫ് ജാ ആയ അതാണ് ഹൈദരാബാദ് സ്റ്റേറ്റിൻ്റെ ഫൗണ്ടറും. He was entrusted first with governorship of അവധ്. ആദ്യം അവധിൻ്റെ ഗവർണറാക്കിയിരുന്നു ഈ അസഫ് ജാനെ. ആൻഡ് ലേറ്റർ ഗിവൺ ദ ചാർജ് ഓഫ് ഡക്കാൻ്റെ ചാർജാണ് പിന്നെ കൊടുത്തത്. ആസ് ദ മുഗൾ ഗവർണർ ഓഫ് ഡക്കാൻ പ്രൊവിൻസസ്, അസഫ് ജാ ഓൾറെഡി ഹാഡ് ഫുൾ കൺട്രോൾ ഓവർ ഇറ്റ്സ് പൊളിറ്റിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ. അങ്ങനെ ഗവർണർ ഡക്കാൻ പ്രൊവിൻസസിൻ്റെ ഗവർണർ ആയിരിക്കുമ്പോൾ തന്നെ അസഫ് ജായ്ക്ക് പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെയും ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ്റെയും ഫുൾ കൺട്രോൾ ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നപ്പോൾ ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് ദിസ് ടേമോയിൽ ഇൻ ദ ഡക്കാൻ ആൻഡ് ദി കോമ്പറ്റീഷൻ എമംഗ്സ്റ്റ് ദ കോർട്ട് നൊബിലിറ്റി, he gathered power in his hands and became the actual ruler of that region. അങ്ങനെ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിരുന്നു, മുഗൾ എംപററും ഡക്കാൻ്റെ റൂളറും ഒക്കെ ആയിട്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളും അതുപോലെ തന്നെ കോർട്ട് നൊബിലിറ്റി, അതായത് കോർട്ടിലെ വലിയ ആൾക്കാർ തമ്മിലുള്ള കോമ്പറ്റീഷൻ, അതെല്ലാത്തിൻ്റെയും അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട്, അതിൻ്റെ എല്ലാം ലാഭം എടുത്തുകൊണ്ട് ഹീ ഗ്യാതേർഡ് പവർ ഇൻ ഹിസ് ഹാൻഡ്സ്. ഈ ആസഫ് ജാ അവിടെയുള്ള മൊത്തം കൺട്രോൾ കയ്യിലെടുത്തു. ആൻഡ് ബിക്കെയിം ദ ആക്ച്വൽ റൂളർ ഓഫ് ദാറ്റ് റീജിയൻ. ആ റീജിയൻ്റെ ആക്ച്വൽ റൂളറായി മാറി. ആസഫ് ജാ ബ്രോട്ട് സ്കിൽഡ് സോൾജിയേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, നല്ല സ്കിൽസുള്ള പട്ടാളക്കാരെയും ഭരണാധികാരിയെയും, അതായത് അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ എല്ലാം കൊണ്ടുവന്നു. എവിടെ നിന്ന്? നോർത്ത് ഇന്ത്യയിൽ നിന്ന്. ഹൂ
വെൽക്കംഡ് ദി ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ സൗത്ത്. അങ്ങനെ അവരെല്ലാം ഈ സൗത്ത്, ഈ ഹൈദരാബാദും ഇതെല്ലാം എവിടെ ഉള്ളതാണ്? നമ്മുടെ സദേൺ ഇന്ത്യയിലെ സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെയെല്ലാം പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നോക്കിയാണ് അവരെല്ലാവരും വന്നത്. ഹി അപ്പോയിൻറ്റഡ് മൻസബ്ദാർ. അസഫ് ജാ എന്ത് ചെയ്തു? മൻസബ്ദാർമാരെ അപ്പോയിൻ്റ് ചെയ്തു. ആൻഡ് ഗ്രാൻഡഡ് ജാഗീർസ്, അവർക്കെല്ലാം ഒരു ഏരിയ കൊടുത്തു. ഓൾദോ ഹി വാസ് സ്റ്റിൽ എ സെർവൻറ്റ് ഓഫ് ദ മുഗൾ എംപററിൻ്റെ ഒരു സെർവൻ്റ് ആണ് ഈ അസഫ് ജാ. ഹി റൂൾഡ് ക്വൈറ്റ് ഇൻഡിപെൻഡൻ്റ്ലി. അങ്ങനെ ആയിരുന്നാലും ഹി റൂൾഡ് ക്വൈറ്റ് ഇൻഡിപെൻഡൻ്റ്ലി. അതിൽ മുഗൾസിൻ്റെ ഒരു ഇൻ്റർഫറൻസ് ഉണ്ടായിരുന്നില്ല. സ്വതന്ത്രമായി ഈ അസഫ് ജാ ആ സ്ഥലം റൂൾ ചെയ്തു. വിത്തൗട്ട് സീക്കിങ് എനി ഡയറക്ഷൻ ഫ്രം ഡൽഹീൻ്റെ അല്ലെങ്കിൽ മുഗൾ എംപററിൻ്റെ ഒരു ഡയറക്ഷൻസും സ്വീകരിച്ചിരുന്നില്ല. ഇൻഡിപെൻഡൻ്റായി അയാൾ റൂൾ ചെയ്തു. ഫേസിങ് എനി ഇൻ്റർഫറൻസ്, ഒരു ഇൻ്റർഫറൻസും അവരുടെ ഉണ്ടായിരുന്നില്ല. മുഗൾ എംപറർ മിയർലി കൺഫേംഡ് ദ ഡിസിഷൻസ് ഓൾറെഡി ടേക്കൺ ബൈ നിസാം. ഈ അസഫ് ജാ അല്ലെങ്കിൽ നിസാം എടുക്കുന്ന ഓൾറെഡി എടുത്ത ഡിസിഷനിൽ ജസ്റ്റ് കൺഫേം ചെയ്യുക അല്ലെങ്കിൽ ഓക്കെ എന്ന് പറയുക അത് മാത്രമാണ് മുഗൾ എംപറർ ചെയ്തിരുന്നത്. ഒരു റബ്ബർ സ്റ്റാമ്പ്. ഈ അസഫ് ജാ എടുക്കുന്ന ഡിസിഷൻസ് എല്ലാം ശരി എന്ന് വരുത്തുക അല്ലെങ്കിൽ കൺഫേം ചെയ്യുക, അത് മാത്രമാണ് ഈ മുഗൾ എംപററിൻ്റെ റോളായിരുന്നത്. മുഗൾ എംപറർ ഇയാളുടെ ഭരണത്തിൽ കൈകടത്തിയിരുന്നില്ല. ഇയാൾ സ്വതന്ത്രമായി ഭരിക്കുകയായിരുന്നു. ദ സ്റ്റേറ്റ് ഓഫ് ഹൈദരാബാദ് വാസ് കോൺസ്റ്റൻ്റ്ലി എൻഗേജ്ഡ് ഇൻ എ സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ദ മറാത്താസ്. ഈ ഹൈദരാബാദ് മഹാരാഷ്ട്രയിലുള്ള മറാത്താസുമായിട്ട്, പടിഞ്ഞാറ് ഭാഗത്തുള്ള മറാത്താസും, ഇവിടെയാണ് മറാത്താസ്, ഇവിടെയാണ് ഹൈദരാബാദ്, ഇത് വെസ്റ്റ് സൈഡാണ്, ഇങ്ങോട്ടുള്ളത് ഈസ്റ്റ് സൈഡ്. അപ്പോൾ വെസ്റ്റ് സൈഡിൽ പടിഞ്ഞാറ് ഭാഗത്തും മറാത്താസുമായിട്ട് എപ്പോഴും സ്ട്രഗിളായിരുന്നു, എപ്പോഴും ഫൈറ്റായിരുന്നു. ആൻഡ് വിത്ത് ഇൻഡിപെൻഡൻറ്റ് തെലുഗു വാരിയർ ചീഫ്സ് നായക്കാസ് ഓഫ് ദ പ്ലാറ്റ്യൂ. അതായത് ഈ സൈഡിൽ തെലുഗുകാരുമായിട്ടുള്ള നായക്കാസുമായിട്ടുള്ള സ്ട്രഗിൾ ഉണ്ടായിരുന്നു, അവരുമായിട്ട് ഫൈറ്റ് ഉണ്ടായിരുന്നു. ദ അംബീഷൻസ് ഓഫ് ദ നിസാം അസഫ് ജാ to control the rich textile producing areas of the Coromandel coast in the east were checked by the British, who were becoming increasingly powerful in that region. ഈസ്റ്റ് സൈഡിൽ, കിഴക്ക് സൈഡിലുള്ള സ്ഥലങ്ങളെല്ലാം പിടിച്ചെടുക്കണം എന്നായിരുന്നു. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇതെല്ലാം ബ്രിട്ടീഷുകാർ മെല്ലെ മെല്ലെ അവിടെ കൺട്രോൾ ചെയ്ത് അവരുടെ കൺട്രോളിലായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ടും അവർക്ക് നീങ്ങാൻ പറ്റിയില്ല. അതിനെ ബ്രിട്ടീഷുകാർ കൺട്രോൾ ചെയ്തു. ഇപ്പം നിസാംസ് ആർമി അല്ലെങ്കിൽ ഈ അസഫ് ജാ ഇതിൻ്റെ ആർമീനെ കുറിച്ച് ഉള്ള ഒരു ആർട്ടിക്കിളാണ് ഇവിടെ, ഒരു ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് നിസാം ഓഫ് ഹൈദരാബാദ്സ് പേഴ്സണൽ ട്രൂപ്പേഴ്സ് ഇൻ 1790, 1790 ഈ നിസാമിൻ്റെ, ഈ അസഫ് ജാഹിൻ്റെ ട്രൂപ്പിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. നിസാം ഹാസ് എ സവാരി ഓഫ് 400 എലിഫൻസ്. 400 എലിഫൻസ് ഉണ്ട് ഈ നിസാമിൻ്റെ അല്ലെങ്കിൽ ഈ അസഫ് ജാഹിൻ്റെ സഫാരിയിൽ. സെവറൽ തൗസൻഡ് ഹോഴ്സ്മെൻ നിയർ ഹിസ് പേഴ്സൺ who receive upwards 100 rupees nominal pay and are extremely well mounted and richly caparisoned. അപ്പോൾ നിസാം അല്ലെങ്കിൽ ഈ അസഫ് ജാ വളരെ റിച്ചായിരുന്നു, വളരെ വലിയ ആർമി ഉണ്ടായിരുന്നു, ആർമിക്കാർക്ക് ഭയങ്കര പൈസ ഉണ്ടായിരുന്നു, അവരെല്ലാം റിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം അത്രയും വെൽത്തി ആയിരുന്നു. ഓക്കെ, ഇനി അടുത്തത് അവധിനെ കുറിച്ചാണ്. അവധ് എന്ന് പറയുന്നത് നമ്മുടെ യുപിയിലെ സ്ഥലമാണ്, ഉത്തർപ്രദേശിലെ സ്ഥലം അവധ്. ബുർഹാൻ ഉൽ മുൽക്ക് സാദത്ത് ഖാൻ, ദ ഫുൾ നെയിം ബുർഹാൻ ഉൽ മുൽക്ക് സാദത്ത് ഖാൻ, was appointed Subadar
ഓഫ് അവധ് ഇൻ 1722. 1722 സുബേദാറായിരുന്നു ഈ സാദത്ത് ഖാൻ, ആൻഡ് ഫൗണ്ടഡ് എ സ്റ്റേറ്റ് വിച്ച് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു എമേർജ് ഔട്ട് ഓഫ് ദ ബ്രേക്കപ്പ് ഓഫ് ദ മുഗൾ എംപറർ. മുഗൾ എംപയറിൽ നിന്ന് ബ്രേക്കപ്പായ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിരുന്നു അവധ്. അതിൻ്റെ ഫൗണ്ടറായിരുന്നു ഈ സാദത്ത് ഖാൻ. അവധ് വാസ് പ്രോസ്പെറസ് റീജിയൻ, വളരെ പ്രോസ്പെറസ് സമ്പത്തുള്ള റീജിയൻ ആയിരുന്നു. കൺട്രോളിങ് ദ റിച്ച് അലൂവിയൽ ഗംഗ പ്ലെയിൻ. ആ ഗംഗ ഇതിലെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഫെർട്ടൈലായിട്ടുള്ള ഒരുപാട് കൃഷി സ്ഥലങ്ങളുള്ള നല്ലപോലെ വിളവ് കിട്ടുന്ന സ്ഥലമായിരുന്നു. അതുകൊണ്ടാണ് അത് അത്ര പ്രോസ്പെറസ് ആയിരുന്നത്. ഇത് ബുറാൻ ഉൽ മുൽക്ക് സാദത്ത് ഖാൻ്റെ പിക്ചറാണ്. ആൻഡ് ദ മെയിൻ ട്രേഡ് റൂട്ട് ബിറ്റ്വീൻ ദ നോർത്ത് ഇന്ത്യ ആൻഡ് ബംഗാൾ. നോർത്ത് ഇന്ത്യയും ബംഗാളും തമ്മിലുള്ള ഒരു മെയിൻ ട്രേഡ് റൂട്ടും കൂടിയായിരുന്നു അവധ്. ബുറാൻ ഉൽ മുൽക്ക് ഓൾസോ ഹെൽഡ് ദ കമ്പൈൻഡ് ഓഫീസസ് ഓഫ് സുബദാരി, ദിവാനി ആൻഡ് ഫോജ്ദാരി. ഇതെല്ലാം കൺട്രോൾ ചെയ്തിരുന്നു, സുബദാരിയും ദിവാൻദാരിയും ഫോജ്ദാരിയും ഒക്കെ. In other words, he was responsible for managing political, financial and military affairs of the province of Awadh. അവധിൻ്റെ പൊളിറ്റിക്കൽ അഫയേഴ്സ്, പൊളിറ്റിക്കൽ കാര്യങ്ങൾ, ഫൈനാൻഷ്യൽ മാറ്റേഴ്സ്, മിലിറ്ററി മാറ്റേഴ്സ് അതെല്ലാം കൺട്രോൾ ചെയ്തിരുന്നത് ആരാണ്? നമ്മുടെ ഈ അവധിൻ്റെ ഫൗണ്ടറായ ബുറാൻ ഉൽ മുൽക്ക് സാദത്ത് ഖാൻ ആയിരുന്നു. ഇപ്പോൾ സുബദാരി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ കൺട്രോളാണ്, പൊളിറ്റിക്കൽ മാറ്റേഴ്സ് ഡീൽ ചെയ്യുന്ന ആളാണ് സുബദാർ. ദിവാൻ എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ മാറ്റേഴ്സ്, പൈസയുടെ മാറ്റേഴ്സ് കൺട്രോൾ ചെയ്യുന്ന ആളാണ്. ഫോജ്ദാരി എന്ന് പറഞ്ഞാൽ പട്ടാളം, മിലിറ്ററി മാറ്റേഴ്സ് കൺട്രോൾ ചെയ്യുന്ന ആൾ. അപ്പോൾ ഇയാൾ തന്നെയായിരുന്നു ഈ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്തിരുന്നത്. ബുറാൻ ഉൽ മുൽക്ക് tried to decrease the Mughal influence in the Awadh region. ഈ ബുറാൻ ഉൽ മുൽക്ക് സാദത്ത് ഖാൻ മുഗൾസിൻ്റെ ഇൻഫ്ലുവൻസ്, ഈ അവധ് റീജിയനിലുള്ള മുഗൾസിൻ്റെ ഇൻഫ്ലുവൻസ് കുറയ്ക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. എന്തൊക്കെയാണെന്ന് നോക്കാം. റെഡ്യൂസിങ് ദ നമ്പർ ഓഫ് ഓഫീസ് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ജാഗീർദാർസ് അപ്പോയിൻറ്റഡ് ബൈ മുഗൾസ് അപ്പോയിൻറ്റ് ചെയ്ത ഓഫീസ് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ജാഗീർദാർസിൻ്റെ നമ്പർ, അവരുടെ എണ്ണം കുറച്ചു. അപ്പോൾ അവരുടെ എണ്ണം കുറച്ച് കഴിയുമ്പോൾ മുഗൾസിൻ്റെ കൺട്രോളും കുറയും, ഈ ഏരിയയിലുള്ള കൺട്രോൾ കുറയും. ഹി ഓൾസോ റിഡ്യൂസ് ദ സൈസ് ഓഫ് ദ ജാഗീർസ് ഓരോരുത്തർക്കും കൊടുത്ത ഓരോരുത്തരുടെയും അണ്ടറിലുള്ള സ്ഥലം, മേൽനോട്ടത്തിനുള്ള സ്ഥലം, അതിൻ്റെ ഏരിയ കുറച്ചു. ആൻഡ് അപ്പോയിൻറ്റഡ് ഹീസ് ഓൺ ലോയൽ സെർവൻസ് ടു വേക്കൻറ്റ് പൊസിഷൻസ്. അങ്ങനെ ഏരിയ കുറച്ചപ്പോൾ കുറേ പുതിയ ഏരിയകൾ കൂടി ഉണ്ടായി. അപ്പോൾ അവിടെയൊക്കെ ഇയാളെന്ത് ചെയ്തു? അയാളുടെ തന്നെ സ്വന്തം വിശ്വസ്തരായ ആൾക്കാരെ അവിടെ വേക്കൻറ്റ് പൊസിഷനിൽ അപ്പോയിൻറ്റ് ചെയ്തു. അക്കൗണ്ട്സ് ഓഫ് ജാഗീർദാർസ് വെർ ചെക്ക്ഡ് ടു പ്രിവെൻറ്റ് ചീറ്റിങ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഈ ജാഗീർദാർസിൻ്റെ എല്ലാം അക്കൗണ്ടുകൾ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു. ആൻഡ് റവന്യൂസ് ഓഫ് ഓൾ ഡിസ്ട്രിക്ട്സ് വെർ റീഅസസ്ഡ് ബൈ ഒഫീഷ്യൽസ് അപ്പോയിൻറ്റഡ് ബൈ നവാബ്സ് കോർട്ട്. ഈ രാജാവിൻ്റെ കോർട്ട് അപ്പോയിൻറ്റ് ചെയ്ത ഓഫീസർമാർ ഇവരുടെ എല്ലാം ടാക്സസ് എല്ലാം റവന്യൂസും ഇൻകവും ഒക്കെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അസസ് ചെയ്തുകൊണ്ടിരുന്നു, ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഹി സീസ്ഡ് എ നമ്പർ ഓഫ് രാജ്പൂത് ജമീന്ദാർസ് ആൻഡ് അഗ്രികൾച്ചറലി ഫെർട്ടൈൽ ലാൻഡ്സ് ഓഫ് ദ അഫ്ഗാൻസ് ഓഫ് റോയൽഖണ്ഡ്. അങ്ങനെ കുറേ സ്ഥലങ്ങൾ രാജ്പൂത് ജമീന്ദാറിൻ്റെ അവരെ സീസ് ചെയ്തു, അവരെ പിടിച്ചെടുത്തു. അഫ്ഗാൻസ് ഓഫ് റോഹിൽഖണ്ഡിലെ കുറേ സ്ഥലം, ഫെർട്ടൈൽ ലാൻഡ്സ് പിടിച്ചെടുത്തു. ഇങ്ങനെയൊക്കെ മുഗൾസിൻ്റെ ഇൻഫ്ലുവൻസ് കുറച്ചു ഈ ബുറാൻ ഉൽ മുൽക്ക് സാദത്ത് ഖാൻ. ദ സ്റ്റേറ്റ് ഡിപ്പെൻഡഡ് ഓൺ ലോക്കൽ ബാങ്കേഴ്സ് ആൻഡ് മഹാജൻസ് ഫോർ ലോൺസ്. ഈ അവധ് ലോക്കൽ ബാങ്കറിലും അല്ലെങ്കിൽ മഹാജൻസിലും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു. എന്തിന്? ലോണിന്, പൈസയ്ക്ക് വേണ്ടിയിട്ട്. ഇറ്റ് സോൾഡ് ദ റൈറ്റ് ടു കളക്ട് ടാക്സ് ടു ദ ഹയസ്റ്റ് ബിഡേഴ്സ്. ഈ സ്റ്റേറ്റ് എന്ത് ചെയ്തു? ഇവർക്ക്
ഈ സ്റ്റേറ്റിന് ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്ന ആൾക്ക് ടാക്സ് കളക്ട് ചെയ്യാനുള്ള ജനങ്ങളിൽ നിന്ന് ടാക്സ് പിരിക്കാനുള്ള അവകാശം കൊടുത്തു. ദീസ് റവന്യൂ ഫാമേഴ്സ്, അല്ലെങ്കിൽ അവരെ പറയുന്നതാണ് ഇജറാദാർസ്, അതായത് റവന്യൂ ഫാർമേഴ്സ്. അവരെന്താ ചെയ്യുക? അവർ ആൾക്കാരിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യും. ഒരു വലിയൊരു എമൗണ്ട് ഈ സാദാത്ത് ഖാൻ, ഈ റൂളർക്ക് കൊടുക്കും. അഗ്രി ടു പേ ദ സ്റ്റേറ്റ് എ ഫിക്സ്ഡ് സം ഓഫ് മണി. ഒരു ഫിക്സ് ആയിട്ടുള്ള വലിയൊരു എമൗണ്ട് ഈ സാദാത്ത് ഖാൻ അല്ലെങ്കിൽ ഈ റൂളറിന് കൊടുക്കും. പക്ഷേ റൂളറിന് കൊടുത്തു കഴിഞ്ഞാൽ റൂളർക്കുള്ള പൈസ അല്ലെങ്കിൽ ടാക്സ് വരാനുള്ളത് അത് കിട്ടി. പിന്നെ ആൾക്കാരിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുമായിരുന്നു മറ്റവർ. ലോക്കൽ ബാങ്കേഴ്സ് ഗ്യാരണ്ടീഡ് ദ പേയ്മെൻറ്റ് ഓഫ് ഹിസ് കോൺട്രാക്റ്റഡ് എമൗണ്ട് ടു ദ സ്റ്റേറ്റ്. ലോക്കൽ ബാങ്കേഴ്സ് അത് ഗ്യാരണ്ടിയും ചെയ്യുമായിരുന്നു. അതിൻ്റെ ഗ്യാരണ്ടി അവരെടുക്കുമായിരുന്നു. ഇൻ ടേൺ ദ റവന്യൂ ഫാമേഴ്സ് വെർ ഗിവൺ കൺസിഡറബിൾ ഫ്രീഡം ഇൻ ദ അസസ്മെൻറ്റ് ആൻഡ് കളക്ഷൻ ഓഫ് ടാക്സസ്. ഈ റവന്യൂ ഫാമേഴ്സ് അവർക്ക് ടാക്സ് കളക്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് ഫ്രീഡം കൊടുത്തിരുന്നു. ദീസ് ഡെവലപ്മെൻറ്റ്സ് allowed a new social group like money lenders and bankers. അപ്പോൾ ഇങ്ങനെയൊരു സിസ്റ്റം വന്നപ്പോൾ മണി ലെൻഡേഴ്സും ബാങ്കേഴ്സും ഒക്കെ ഡെവലപ്പ് ചെയ്തു വന്നു. ടു ഇൻഫ്ലുവൻസ് ദ മാനേജ്മെൻറ്റ് ഓഫ് ദ സ്റ്റേറ്റ്സ് റവന്യൂ സിസ്റ്റം. അവരുടെ എല്ലാം റോള് ഈ സ്റ്റേറ്റിൻ്റെ റവന്യൂ സിസ്റ്റത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങി. സംതിങ് വിച്ച് ഹാഡ് നോട്ട് ഒക്കേർഡ് ഇൻ ദ പാസ്റ്റ്. മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഹൈദരാബാദിനെ കുറിച്ചും അവിടുത്തെ പല കാര്യങ്ങളാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത് ബംഗാളിനെ കുറിച്ച്. ബംഗാൾ ഗ്രാജുവലി ബ്രോക്ക് away from the Mughal control under Murshid Quli Khan, who was appointed as the Naib, deputy to the governor of the province. ആ പ്രൊവിൻസസിൻ്റെ ഗവർണറിൻ്റെ ഡെപ്യൂട്ടിയായ നായബായിട്ടാണ് ഈ മുർഷിദ് ഖുലി ഖാൻ അപ്പോയിൻ്റ് ചെയ്തത്. ഓൾദോ നെവർ എ ഫോർമൽ സുബേദാർ. ഒരു ഫോർമൽ സുബേദാർ ആയിരുന്നില്ല ഈ മുർഷിദ് ഖുലി ഖാൻ. മുർഷിദ് ഖുലി ഖാൻ വെരി ക്വിക്ക്ലി സീസ്ഡ് ഓൾ ദ പവർ ദാറ്റ് വെൻറ്റ് വിത്ത് ദ ഓഫീസ്. അപ്പോൾ ഫുൾ പവറും കുറച്ച് സമയം കൊണ്ട് തന്നെ ഈ മുർഷിദ് ഖുലി ഖാൻ സ്വന്തം കൈകളിലാക്കി. ലൈക്ക് ദ റൂളേഴ്സ് ഓഫ് ഹൈദരാബാദ് ആൻഡ് അവധ്, ഹി ഓൾസോ കമാൻഡഡ് ദ റവന്യൂ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ സ്റ്റേറ്റ്. ഹൈദരാബാദിൻ്റെയും അവധിലെയും റൂളേഴ്സിനെ പോലെ തന്നെ ഈ ബംഗാളിൻ്റെയും റവന്യൂ അഡ്മിനിസ്ട്രേഷൻ ഈ മുർഷിദ് ഖുലി ഖാൻ കൺട്രോൾ ചെയ്തു. ഇൻ ആൻ എഫേർട്ട് ടു റെഡ്യൂസ് മുഗൾ ഇൻഫ്ലുവൻസ് ഇൻ ബംഗാളിൽ മുഗൾ ഇൻഫ്ലുവൻസ് കുറയ്ക്കാനായിട്ട് ഹി ട്രാൻസ്ഫേർഡ് ഓൾ മുഗൾ ജാഗിർദാർസ് ടു ഒറീസ. എല്ലാ മുഗൾ ജാഗിർദാർസും മുഗൾസ് അപ്പോയിൻ്റ് ചെയ്ത എല്ലാ ജാഗിർദാർസിനെയും റൂളേഴ്സിനെയും തലവന്മാരെ അവരെന്ത് ചെയ്തു? ഓഫീസേഴ്സിനെയൊക്കെ ഒറീസയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ആൻഡ് ഓർഡേർഡ് എ മേജർ റീ അസസ്മെൻറ്റ് ഓഫ് ദ റവന്യൂസ് ഓഫ് ബംഗാൾ. ബംഗാളിൻ്റെ റവന്യൂ റീ അസസ്മെൻറ്റിന് ഓർഡർ ചെയ്തു. റവന്യൂ വാസ് കളക്റ്റഡ് ഇൻ ക്യാഷ് വിത്ത് ഗ്രേറ്റ് സ്ട്രിക്ട്നെസ് ഫ്രം ഓൾ ജമീന്ദാർസ്. എല്ലാ ജമീന്ദാർസിൽ നിന്നും റവന്യൂ വളരെ സ്ട്രിക്റ്റായിട്ട് കളക്ട് ചെയ്തു. ആസ് എ റിസൾട്ട് അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി? മെനി ജമീന്ദാർസ് ഹാഡ് ടു ബോറോ മണി ഫ്രം ദ ബാങ്കേഴ്സ് ആൻഡ് മണി ലെൻഡേഴ്സ്. മണി ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ കടം കൊടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ബാങ്കർമാർ, അവരിൽ നിന്ന് ഈ ജമീന്ദാർസിന് ഈ ടാക്സ് കൊടുക്കാനായിട്ട് പൈസ കടം വാങ്ങേണ്ടി വന്നു. ദോസ് അൺഎബിൾ ടു പേ വെർ ഫോഴ്സ്ഡ് ടു സെൽ ദെയർ ലാൻഡ്സ് ടു ദ ലാർജർ ജമീന്ദാർസ്. അപ്പോൾ ഏതൊക്കെ ജന്മിമാർക്ക്, ചെറിയ ജന്മിമാരാണോ അവർക്ക് ഈ ടാക്സ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ജന്മിമാരെന്ത് ചെയ്യണം? വലിയ ജന്മിമാർക്ക്, ലാർജർ ജമീന്ദാർസിന് അവരുടെ ലാൻഡ് വിൽക്കണം. The formation of the regional state in 18th century Bengal therefore led to considerable change amongst the zamindars. അപ്പോൾ ഈ 18th സെഞ്ച്വറിയിലെ ബംഗാളിൽ വന്ന ചേഞ്ച് എന്ന് പറയുന്നത്
ആരുടെ ഇടയിലായിരുന്നു? ജമീന്ദാസിൻ്റെ ഇടയിലായിരുന്നു മെയിനായിട്ട് വന്ന ചേഞ്ചസ്. ദി ക്ലോസ് കണക്ഷൻ ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് ബാങ്കേഴ്സ് നോട്ടീസബിൾ in Hyderabad and Awadh as well was evident in Bengal under the rule of അലിവർദി ഖാൻ. അലിവർദി ഖാൻ്റെ റൂളിലും ഈ ബംഗാളിലും അതേ ചേഞ്ചസ് കാണാൻ പറ്റി. ഡ്യൂറിങ് ഹിസ് റെയിൻ, ഈ അലിവർദി ഖാൻ്റെ ഭരണകാലത്ത് ദ ബാങ്കിങ് ഹൗസ് ഓഫ് ജഗത് സേത്ത് ബിക്കെയിം എക്സ്ട്രീംലി പ്രോസ്പെറസ്. ജഗത് സേത്തിലെ ബാങ്കിങ് ഹൗസ് വളരെ പ്രോസ്പെറസ് ആയി, വളരെ സമ്പത്തുള്ളതായി മാറി. ഇഫ് യു ടേക്ക് എ ബേർഡ്സ് ഐ വ്യൂ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് നോക്കുമ്പോൾ, നമ്മൾ വളരെ ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ വി ക്യാൻ ഡിറ്റക്ട് 3 കോമൺ ഫീച്ചേഴ്സ് എമംഗ് ദീസ് സ്റ്റേറ്റ്സ്. ഈ സ്റ്റേറ്റ്സിൻ്റെ ഇടയിൽ 3 കോമൺ ഫീച്ചേഴ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് എന്ന് പറയുന്നത്, though many of the larger states were established by erstwhile Mughal nobles, they were highly suspicious of some of the administrative systems that they had inherited, in particular the Jagidari system. Though many of the larger states were established by Mughal nobles, they were highly suspicious of some of the administrative systems. അപ്പോൾ മുഗൾസിൻ്റെ വളരെ വിശ്വസ്തരായ മുഗൾസ് നോബിൾസ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തെങ്കിലും ഓരോ സ്റ്റേറ്റ്സും, പക്ഷെ അവരെല്ലാം സസ്പീഷ്യസ് ഓഫ് ദ സം അഡ്മിനിസ്ട്രേറ്റീവ് ഈ ചില അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തെ എല്ലാം ഒരു ആശങ്കയോടെയാണ്, അല്ലെങ്കിൽ വിശ്വാസമില്ലാതെയാണ് അവരെല്ലാം കണ്ടത്. ഇൻ പർട്ടിക്കുലർ ദ ജാഗിർദാരി സിസ്റ്റത്തിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അത് എന്താണ് നമ്മൾക്ക് ഇതിൽ നിന്ന് കാണാം. 3 സ്റ്റേറ്റിലും ജാഗിർദാർസ്, മുഗൾസ് അപ്പോയിൻ്റ് ചെയ്ത ജാഗിർദാർസ് അല്ലെങ്കിൽ ഓഫീസേഴ്സിനെ എല്ലാം ഇവരെല്ലാം മാറ്റിക്കളഞ്ഞു. അപ്പോൾ അതിനർത്ഥം അവരിൽ ഈ 3 സ്റ്റേറ്റും ഭരിച്ച ആൾക്കാർക്ക് വിശ്വാസം ഇല്ല എന്നാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് കാര്യം നമ്മൾ വിശ്വാസമില്ലായ്മ, അതിനെക്കുറിച്ച് നോക്കി. സെക്കൻഡ് എന്ന് പറയുന്നത് their method of tax collection differed. ഓരോരുത്തരുടെയും മെത്തേഡ് ഓഫ് ടാക്സ് കളക്ഷൻ അത് വ്യത്യാസമായിരുന്നു. rather than relying upon the officers of the state, ആ സ്റ്റേറ്റിലെ ഓഫീസേഴ്സ്, ടാക്സ് കളക്ട് ചെയ്യുന്ന ഓഫീസേഴ്സിൽ വിശ്വസിക്കുന്നതിന് പകരം all 3 regimes contracted with revenue farmers for collection of റവന്യൂ കളക്ട് ചെയ്യാനായിട്ട് മൂന്നാമത് വേറൊരാളെയാണ് ഏൽപ്പിച്ചത്, റവന്യൂ ഫാമേഴ്സിനെയാണ് ഏൽപ്പിച്ചത്. അപ്പോൾ അതിനർത്ഥം അവരുടെ ടാക്സ് കളക്ഷൻ മെത്തേഡ് വേറെയായിരുന്നു എന്നാണ്. ദ പ്രാക്ടീസ് ഓഫ് ഇജറാദാരി thoroughly disapproved by the Mughals spread all over India in the 18th century. ഇങ്ങനെ ടാക്സ് ഫാമേഴ്സ് വേറെ ആൾക്കാരെ കൊണ്ട് കളക്ട് ചെയ്യിപ്പിക്കുക, അത് മുഗൾസ് ചെയ്തിരുന്നില്ല, ഡിസപ്രൂവ് ചെയ്തിരുന്ന കാര്യമായിരുന്നു. ഈ ജാഗിർദാരി എന്നാണ് അതിനെ പറയുന്നത്. അതായത് ഒരാൾ സ്റ്റേറ്റിന്, മുഗൾ എംപയറിനല്ല, ഈ 3 സ്റ്റേറ്റിലുണ്ടായിരുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്ത 3 സ്റ്റേറ്റിലുണ്ടായിരുന്ന റൂളേഴ്സിന് ഒരു വലിയൊരു എമൗണ്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അവർ ഡയറക്റ്റ് ആൾക്കാരിൽ നിന്ന് ടാക്സ് പിരിക്കും. ടാക്സ് പിരിക്കേണ്ട കടമ ആ ടാക്സ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ റവന്യൂ ഫാമേഴ്സിനായിരുന്നു. അപ്പോൾ ആ ഒരു സിസ്റ്റം മൊത്തം 18th സെഞ്ച്വറിയിൽ ഓൾ ഓവർ ഇന്ത്യയിൽ സ്പ്രെഡായി. അതൊരു സെക്കൻഡ് ഫീച്ചറാണ് നമ്മൾ കാണുന്നത്. ദെയർ ഇമ്പാക്റ്റ് ഓൺ ദ കൺട്രി സൈഡ് ഡിഫേർഡ് കൺസിഡറബിൾ. ഇതിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ഇൻഫ്ലുവൻസ് വളരെ വ്യത്യാസമായിരുന്നു. ദ തേർഡ് കോമൺ ഫീച്ചർ, മൂന്നാമത്തെ കോമൺ ഫീച്ചർ ഇൻ ഓൾ ദീസ് റീജിയണൽ സ്റ്റേറ്റ്സ്, ഈ ബംഗാൾ, അവധ്, അതുപോലെ തന്നെ ഹൈദരാബാദിൽ മൂന്നാമത്തെ കോമൺ ഫീച്ചർ എന്ന് പറയുന്നത് വാസ് ദെയർ എമേർജിങ് റിലേഷൻഷിപ്പ് വിത്ത് റിച്ച് ബാങ്കേഴ്സ് ആൻഡ് മെർച്ചൻറ്റ്സ്. റിച്ച് ബാങ്കേഴ്സും പിന്നെ മെർച്ചൻസും ആയിട്ടുള്ള അവരുടെ റിലേഷൻഷിപ്പ്, കൂടി വന്ന റിലേഷൻഷിപ്പ്. The people
ദീസ് പീപ്പിൾ ലെൻറ്റ് മണി ടു റവന്യൂ ഫാമേഴ്സ്. അപ്പോൾ ഈ ബാങ്കേഴ്സും മെർച്ചൻസും എന്ത് ചെയ്തു? റവന്യൂ ഫാമേഴ്സിന് പൈസ കൊടുത്തു. റിസീവ്ഡ് ലാൻഡ് ആസ് സെക്യൂരിറ്റി. ആ റവന്യൂ ഫാമേഴ്സിൽ നിന്ന് ലാൻഡ് എടുത്തു ആസ് എ സെക്യൂരിറ്റി ആയിട്ട്. ആൻഡ് കളക്റ്റഡ് ടാക്സസ് ഫ്രോം ദീസ് ലാൻഡ്സ് ത്രൂ ദെയർ ഓൺ ഏജൻറ്റ്സ്. അവരുടെ തന്നെ ഏജൻസിലൂടെ ഈ ലാൻഡിൽ നിന്ന് ടാക്സും കളക്ട് ചെയ്തു. ത്രൂ ഔട്ട് ഇന്ത്യ ദ റിച്ചസ്റ്റ് മെർച്ചൻറ്റ്സ് ആൻഡ് ബാങ്കേഴ്സ് വെർ ഗെയിനിങ് എ സ്റ്റേക്ക് ഇൻ ദ പൊളിറ്റിക്കൽ ഓർഡറിൽ ഈ മെർച്ചൻസിനും ബാങ്കേഴ്സിനും ഒക്കെ ഉള്ള ഇമ്പോർട്ടൻസ് അങ്ങനെ കൂടി വന്നു. അങ്ങനെ ഈ 3 കോമൺ ഫീച്ചേഴ്സ് നമ്മൾ ഈ 3 ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്, അവധ്, ഹൈദരാബാദ്, ബംഗാൾ, ഇങ്ങനെയുള്ളതിൽ ഈ 3 ഫീച്ചർ നമ്മൾ കാണാൻ പറ്റി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.